ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പൗലോസ്ലീഹായുടെ 2 കൊറിന്തോസ് 11, 12, 13 അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം: അല്പം ഭോഷത്വം സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് കാണിക്കുന്നുണ്ടല്ലോ. ഉത്തരം: സഹിഷ്ണുത. എന്നോട് സഹിഷ്ണുത കാണിക്കുന്നുണ്ടല്ലോ എന്നതാണ്. രണ്ടാമത്തെ ചോദ്യം: എനിക്ക് നിങ്ങളോട് ദൈവികമായ തോന്നുന്നു. ഉത്തരം: അസൂയ. ദൈവികമായ അസൂയ തോന്നുന്നു. മൂന്നാമത്തെ ചോദ്യം: നിർമ്മലമായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ നിങ്ങളെ ന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. എന്നതിൻ്റെ ഉത്തരം ക്രിസ്തുവിന് എന്നതാണ്. നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന്. നാലാമത്തെ ചോദ്യം: ഹവ്വയെ തന്ത്രപൂർവം ചതിച്ചത് ആര്? സർപ്പം എന്നതാണ് ഉത്തരം. 5. ഈ അപ്പോസ്തല പ്രമാണികളെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ എന്നാണ് എൻ്റെ വിശ്വാസം എന്നാണ് ഉത്തരം. ആറാമത്തെ ചോദ്യം: എനിക്ക് കുറവായിരിക്കാം എന്ന് പൗലോസ്ലീഹ പറയുന്നത് എന്തിനെക്കുറിച്ച്? ഉത്തരം: പ്രസംഗ ചാതുര്യം. ഏഴാമത്തെ ചോദ്യം: ദൈവത്തിൻ്റെ സുവിശേഷം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഉത്കർഷത്തിനു വേണ്ടി ഞാൻ എന്നെ തന്നെ താഴ്ത്തിയത് തെറ്റാണോ? ഉത്തരം: പ്രതിഫലം കൂടാതെ. സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട്. 8. 11 അധ്യായം 9 വാക്യപ്രകാരം എവിടെയിൽ നിന്ന് വന്ന സഹോദരന്മാരാണ് പൗലോസ്ലീഹയുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്തത്? മക്കതോനിയ എന്നതാണ് ഉത്തരം. 9. അത്ഭുതപ്പെടേണ്ട പോലും പ്രകാശപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. പിശാച് പോലും എന്നതാണ് ഉത്തരം. 10. എന്നെ ആയി ആരും കരുതരുത് എന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു. എന്തായി? അതാണ് ചോദ്യം. ഭോഷൻ എന്നാണ് ഉത്തരം. എന്നെ ഭോഷനായി ആരും കരുതരുത്. 11. അഥവാ നിങ്ങൾ കരുതുകയാണെങ്കിൽ എനിക്ക് അല്പം ചെയ്യേണ്ടതിന് എന്നെ ഭോഷനായി തന്നെ സ്വീകരിക്കുവിൻ. ആത്മപ്രശംസ എന്നതാണ് ഉത്തരം. ചോദ്യം 12. ബുദ്ധിമാന്മാരായ നിങ്ങൾ വിഡ്ഢികളോട് സന്തോഷപൂർവം എന്ത് കാണിക്കാറുണ്ടല്ലോ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: സഹിഷ്ണുത. 13. എത്ര പ്രാവശ്യമാണ് യഹൂദരുടെ കയ്യിൽ നിന്ന് ഒന്ന് കുറെ 40 അടി ഞാൻ കൊണ്ടു എന്ന് പറയുന്നത്? 5 എന്നാണ് ഉത്തരം. 14. എത്ര പ്രാവശ്യം കപ്പലപകടത്തിൽ പെട്ടു എന്നാണ് പറയുന്നത്? 3 പ്രാവശ്യം. 15. എല്ലാ കഷ്ടതകളിലും സഭകളെക്കുറിച്ചുള്ള എന്തിനെക്കുറിച്ചാണ് ഞാൻ അലട്ടിക്കൊണ്ടിരുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: ഉത്കണ്ഠ. 16. എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനെക്കുറിച്ചായിരിക്കും പ്രശംസിക്കുക എന്നാണ് പൗലോസ്ലീഹ 11 അധ്യായം 30 വാക്യത്തിൽ പറയുന്നത്? ഉത്തരം: ബലഹീനത. 17. പൗലോസ്ലീഹയെ പിടികൂടുന്നതിന് വേണ്ടി ഏത് രാജാവിൻ്റെ ദേശാധിപതിയാണ് ദമാസ്കസിന് കാവലേർപ്പെടുത്തിയത്? അരേത്താസ് രാജാവിൻ്റെ. 18. എനിക്ക് അത് കൊണ്ട് ഒരു നേട്ടവുമില്ല എന്ന് എനിക്കറിയാം. എന്തിനെക്കുറിച്ചാണിത് പറയുന്നത്? എനിക്ക് കുറിച്ച് ഒരു നേട്ടവുമില്ല എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ആത്മപ്രശംസ എന്നതാണ് ഉത്തരം. 19. എത്ര വർഷം മുൻപാണ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാം എന്ന് പറയുന്നത്? 14 വർഷം മുമ്പ്. 20. ഈ മനുഷ്യനെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളും. ആരെക്കുറിച്ച്? ഉത്തരം: 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട മനുഷ്യനെക്കുറിച്ച്. 21. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കേണ്ടതിന് ശരീരത്തിന് എന്ത് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്? ഒരു മുള്ള് എന്നതാണ് ഉത്തരം. 22. 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. അപ്പോൾ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. എന്ത്? നിനക്ക് എൻ്റെ കൃപ മതി. 22. ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും.
ആത്മാക്കൾക്ക് വേണ്ടി എന്നതാണ് ഉത്തരം. 23. നിങ്ങൾ ഡാഷ് പ്രവർത്തിക്കരുതേ എന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന. തിന്മ പ്രവർത്തിക്കരുതേ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. 24. ഡാഷ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആര്? യേശു ക്രിസ്തു എന്നതാണ് ഉത്തരം. 25. തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും ഡേഷിനെക്കുറിച്ചും പശ്ചാത്തപിക്കാത്തവരുമായ അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഉത്തരം വ്യഭിചാരത്തെക്കുറിച്ച്.